AI ക്യാമറ ഇടപാടിൽ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ രണ്ട് രേഖകൾ കൂടി പുറത്തുവിട്ട കെൽട്രോൺ. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യതയും അവർക്ക് ലഭിച്ച മാർക്കും SRIT ആരുമായി സഹകരിച്ചു എന്ന വിവരങ്ങളുമാണ് പുതിയ രേഖയിലുള്ളത്. എന്നാൽ ക്യാമറയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കാര്യക്ഷമത രേഖ എന്നിവയൊന്നും കെൽട്രോൺ പരസ്യപ്പെടുത്തിയിട്ടില്ല. AI പദ്ധതിയുടെ ടെൻഡർ ഇവാലുവേഷൻ രേഖയാണ് കെൽട്രോൺ പുറത്തുവിട്ടത്. 4 കമ്പനികൾ പങ്കെടുത്തു. കമ്പനിയുടെ 3 വർഷത്തെ ടേൺ ഓവർ, ചെയ്ത പദ്ധതികളുടെ എണ്ണം, എത്ര കോടി രൂപയുടെ പദ്ധതി എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു മാർക്കിടൽ. ഇതിൽ 100-ൽ 95 മാർക്ക് SRIT നേടി. അശോക ബിൽഡ്കോണിന് 92-ഉം അക്ഷര എന്റർപ്രൈസസിന് 91 മാർക്ക് ലഭിച്ചപ്പോൾ ഗുജറാത്ത് ഇൻഫോടെക്കിന് ആകെ 8 മാർക്കാണ് ലഭിച്ചത്. കൂടുതൽ മാർക്ക് നേടിയ SRITക്ക് കെൽട്രോൺ ഉപകരാർ നൽകുകയും ചെയ്തു. SRITക്ക് കരാർ ലഭിക്കാൻ അശോകയും അക്ഷരയും സഹായിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. കെൽട്രോൺ ആദ്യം പ്രസിദ്ധീകരിച്ച 7 രേഖകളിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം SRIT AI ഉപകരണങ്ങൾ വാങ്ങാൻ ഈ സെൻട്രിക് കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന രേഖയും പ്രസിദ്ധീകരിച്ചു. സേഫ് കേരള പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ പ്രസാഡിയോയും ട്രോയ്സുമാണെന്ന് ഈ രേഖയിലുണ്ട്. എന്നാൽ മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമിന്റെ കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലുണ്ടാവുക. ടെക്നിക്കൽ ഇവാലുവേഷൻ ഡോക്യുമെന്റ് പുറത്തുവിട്ടിട്ടില്ല. ക്യാമറ എത്രമാത്രം കാര്യക്ഷമമാണ്, തെറ്റുവരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന എറർ ഫാക്ടർ, പ്രോസസ്സറിന്റെ പ്രത്യേകതകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടില്ല. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതായി കെൽട്രോൺ അവകാശപ്പെടുമ്പോഴും അതിന്റെയും വിശദീകരണം രേഖകളിലില്ല. ഞങ്ങളെല്ലാം സുതാര്യമായി ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു 7 രേഖകളും ഒരു വാർത്താക്കുറിപ്പും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെൽട്രോൺ പുറത്തുവിട്ടത്. എന്നാൽ സാങ്കേതിക വിവരങ്ങളും ഉപകരണമടങ്ങുന്ന നിർണായക രേഖകൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് ലഭ്യമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും സംഘടിതമായി അഴിമതി നടക്കുന്ന സംസ്ഥാനം കേരളമെന്ന് കെ സുരേന്ദ്രൻ. AI ക്യാമറ അഴിമതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ്. അഴിമതികൾ മൂടിവെക്കാനുള്ള ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇടവേള.